ഹായ് ഗൈസ്, നല്ലൊരു ഫിഷ് തവ ഫ്രൈ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നത്. ആദ്യം മസാല ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, കുറച്ച് ലൂസായിട്ട് തന്നെ ചെയ്യണം. അതിനുശേഷം ഇതുപോലെ മീനിലേക്ക് ആഡ് ചെയ്യുക. ഇതിനായിപ്പോൾ എടുത്തത് 3 വലിയ ഷാരിയാണ്. എനിക്ക് ഗസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് അത്യാവശ്യം മോശമില്ലാത്ത വലുപ്പത്തിലുള്ള ഷാരി തന്നെ എടുത്തു. അതിലേക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഇത് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു മസാലയാണ്. ഇതിൻ്റെ ചേരുവകളൊക്കെ ഞാൻ തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നല്ലൊരു രുചിയോട് കൂടി തന്നെ കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. ഇപ്പോൾ മസാലയൊക്കെ ഇങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. മസാല പിടിച്ചതിന് ശേഷം നമ്മൾ അതെടുത്ത് തവയിൽ വെച്ച് വളരെ ചെറിയ തീയിൽ പൊരിച്ചെടുക്കുക. തവയിൽ തന്നെ വെക്കണമെന്നില്ല, അത് നമുക്ക് വേണമെങ്കിൽ ഫ്രൈ പാനിലോ അതല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യാനൊക്കെ ഈ മസാല ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് റൈസിൻ്റെ കൂടെ, അതായത് മന്തി, മജ്ബൂസ് അങ്ങനെയുള്ള റൈസിൻ്റെ കൂടെ, അതുപോലെ നമ്മുടെ നാടൻ ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തി, പൊറോട്ട എന്തിൻ്റെ കൂടെയും കഴിക്കുന്നതിന് നല്ല ടേസ്റ്റിയാണിത്. നമ്മളിത് വൈറ്റ് റൈസിന് കറിയൊന്നുമില്ലാതെ ഇത് മാത്രം വെച്ചിട്ടും വൈറ്റ് റൈസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പരമാവധി വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് ഇപ്പോൾ മീൻ ഏതായാലും കുഴപ്പമില്ല, അതുപോലെ നമുക്കിത് ചിക്കനിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മസാലയാണ്. ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഈ രീതിയിലായി കഴിഞ്ഞാൽ തന്നെ നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ കുറച്ച് മസാല ബാക്കി വന്നപ്പോൾ ഞാൻ അതൊന്നുകൂടി വറുത്തെടുത്ത് നമ്മുടെ മീനിൻ്റെ കൂടെ ആഡ് ചെയ്തു. പിന്നീട് അത് നമ്മുടെ യമനി മന്തി റൈസും അതുപോലെ കബൂളി റൈസൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ആഡ് ചെയ്തു. നല്ല കോമ്പിനേഷനാണ് ഇതൊക്കെ തമ്മിലുള്ളത്. അപ്പോഴേക്കും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വന്നു, സുഹൃത്തുക്കളൊക്കെ കഴിച്ചു തുടങ്ങി. അവരൊക്കെ നല്ല കമൻസൊക്കെ പറയുന്നുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടെന്നൊക്കെ. എന്തായാലും അവരൊക്കെ സന്തോഷത്തോടെ കഴിച്ചു, മനസ്സും വയറൊക്കെ നിറഞ്ഞ് സന്തോഷത്തോടെ പോയി. അതാണ് നമ്മുടെയും സന്തോഷം എന്നുള്ളതാണ് സത്യം.